ഫ്യൂഷൻ വർക്ക്സ് എന്ന സ്റ്റുഡിയോയുടെ മുന്നിൽ ജിതിൻ കാർ ഒതുക്കി. ഇനി ഇവിടെ എന്താ? നല്ലൊരു ഡ്രൈവും കഴിഞ്ഞു സ്വന്തം ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ച് തിരിച്ചുള്ള യാത്രയിൽ കണ്ണുകളിൽ മയക്കം കയറി തുടങ്ങിയ നിമിഷത്താണ് കാർ സ്ലോ ചെയ്ത് നിൽക്കുന്നത് നീള അറിയുന്നത്. ഡ്രൈവിന് പോവാന്ന് പറഞ്ഞ് വന്നിട്ട് ഉറങ്ങാൻ പോവാ നീ? വയറ് നിറഞ്ഞപ്പോ ഉറക്കം വന്നു. നേരെ വീട്ടിലോട്ട് പോട്ടെ. ആ പോവാം. അതിനു മുന്നേ ഇവിടെ ഒരു കാര്യം കൊടുക്കാനുണ്ട്. ഇവിടെ എന്താ? നില വീണ്ടും ആ നെയിം ബോർഡിലേക്ക് നോക്കി. ഇവരെ ആടി മോന്റെ പേര് വിളിക്ക് ഫോട്ടോ എടുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്റ്റേജ് ഡെക്കറേഷനും ഇവര് തന്നെയാ. ബോർഡ് സെറ്റ് ചെയ്യാൻ ഇവർക്ക് മോന്റെ പേര് കൊടുക്കണം. പേര് കണ്ടുപിടിക്കാൻ നീലിമ നിന്നെയാണ് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ മോള് പോയി ആ നെയിം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വാ. അപ്പൊ നിങ്ങൾക്കറിയണ്ടേ നെയിം? ഞങ്ങളും ഫംഗ്ഷന്റെ അന്ന് അറിഞ്ഞാ മതി. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? നീ സെലക്ട് ചെയ്തതോ? നിന്റെ ഇഷ്ടത്തിനപ്പുറം ഞങ്ങൾക്ക് വല്ലതും ഉണ്ടോ എന്ന പോലെ ജിതിൻ ചിരിച്ചു. ഞാൻ ടിൻഡുമോൻ പേരിടും. അവന്റെ ചിരി കണ്ട് കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നില പറഞ്ഞു. പേര് നീ എന്ത് വേണമെങ്കിലും ഇട്ടോ, പക്ഷേ ആ പേരിന്റെ പേരിൽ ഭാവിയിൽ അവൻ മേമയെ തല്ലാതിരുന്നാൽ മാത്രം മതി. അവന്റെ പറച്ചിലിൽ നില ചിരിച്ചു. നില സ്റ്റുഡിയോയിലേക്ക് കയറിപ്പോയതും ജിതിൻ വിശ്വത്തിനെ കോൾ ചെയ്തു. അവൾ ഓക്കെ അല്ലേ? കോൾ എടുത്തതും അവൻ തിരക്കിയത് അതാണ്. പിന്നെ ഓക്കെ ആവാതെ എന്തിയെ? നിന്നെ വിളിച്ചില്ലേന്ന്? ഉച്ചയ്ക്ക് മെസ്സേജ് വന്നിരുന്നു വീട്ടിൽ പോവാണെന്ന്. വൈകിട്ട് മുതൽ ഞാൻ അയക്കുന്ന മെസ്സേജിന് ഇമോജി മാത്രം റിപ്ലൈ വരുന്നുള്ളൂ. വിളിച്ചിട്ട് എടുത്തില്ല. അപ്പൊ എനിക്ക് തോന്നി വീട്ടിൽ പോയതിന്റെ മൂഡ് ഓഫ് ആയിരിക്കുന്നു. ആ ഒരു മൂഡ് ഓഫ് ഒക്കെ ഇപ്പൊ ശരിയായി. ഞങ്ങൾ ഡ്രൈവിന് ഇറങ്ങിയതാ. ഫുഡൊക്കെ കഴിച്ചു. ദേ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ കയറിയതാ മോന്റെ പേര് വിളിയുടെ ഫോട്ടോസ് എടുക്കാൻ ഏൽപ്പിച്ച ടീമിനെ കാണാൻ. എന്നാ നടക്കട്ടെ. വീടെത്തിയിട്ട് നിലയോടൊന്ന് വിളിക്കാൻ പറ. പറയാം. ഇപ്പോഴേ ഉറക്കം തൂങ്ങിയാണ്. അവിടെ എത്തിയിട്ട് നേരെ ബെഡിലേക്ക് വീഴാനുള്ള സാധ്യത കാണുന്നത്. അവളുടെ നിൽപ്പോർത്ത് വിശ്വതി ചിരിച്ചു. ശരിയുടെ ഞാൻ വിളിക്കാം. നില വരുന്നത് കണ്ട് ജിതിൻ കോൾ കട്ട് ചെയ്ത് കാർ റിവേഴ്സ് എടുത്തു. വിളിക്കാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. നില കാറിൽ കയറി ജിതിൻ പറഞ്ഞു. എന്താ ഒരു മൂളൽ? എന്റെ കൊച്ചി നീ എന്ത് പേരാ ഇട്ടത്? ഓ, ഇനിയിപ്പോ പേര് വിളിക്ക് അറിഞ്ഞാ മതി. സീറ്റ് ബെൽറ്റ് വലിച്ചിട്ട് മുഖമൊന്ന് കൂട്ടി അവൾ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. ഓ, അവനും അതുപോലെ മുഖമൊന്ന് കൂട്ടി. വീട്ടിലേക്ക് കാർ കയറ്റി നിർത്തുമ്പോൾ തന്നെ കണ്ടു ഇറയത്ത് തിണ്ണയിലിരിക്കുന്ന അച്യുതനെയും ഷീച്ചയെയും. അമ്മമ്മ ടിവിയുടെ മുന്നിലാണെന്ന് ഉയർന്നു കേട്ട സിരിയന്റെ ശബ്ദം തന്നെ അറിയാം. കൊച്ചുറങ്ങിയോ അമ്മേ? ജിതിൻ കാറിൽ നിന്ന് ഇറങ്ങിയത് ചോദിച്ചത് അതാണ്. നീലിമ ഉറക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളെന്താ വൈകിയത്? ഈ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ പുതിയ ഷെഫ് എങ്ങനെയുണ്ടെന്ന് പറ. ജിതിൻ മറുപടി പറയും മുമ്പേ നില പാഴ്സലായി എടുത്ത ഫുഡ് ഷീജയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. അമ്മമ്മേ, ഗുഡ് നൈറ്റ്. കഴിച്ചോ നീ? ആ അമ്മമ്മേ. മോന് ഉറക്കായോ? ചായയിട്ട വാതിൽ നോക്കി നില തിരക്കി. തുറക്കണ്ട, കരച്ചിലും ബഹളം ഇപ്പൊ നിന്നുള്ളൂ. ചിലപ്പോ ശബ്ദം കേട്ട് ഉണരും. എന്നാ നാളെ കാണാം ചെക്കനെ എന്ന് പറഞ്ഞ് നില നേരെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. റൂമിലെത്തിയതും ജീൻസ് മാറ്റി ഒരു ലൂസ് പാൻറ് എടുത്തിട്ട് നേരെ ബെഡിലേക്ക് വീണവൾ. ഉറക്കം കണ്ണിലേക്ക് വന്ന് തിങ്ങിയിട്ടുണ്ടെങ്കിലും ഫോൺ എടുത്ത് വിശ്വത്തിന്റെ നമ്പർ ഡയൽ ചെയ്ത് അവൾ ചെവിയിലേക്ക് വെച്ചു. അപ്പുറത്തുനിന്ന് വന്ന ഹലോയ്ക്ക് നീള ഒന്ന് മൂളുക മാത്രം ചെയ്തു. നേരെ വന്ന് ബെഡിലേക്ക് വീണെന്ന് തോന്നുന്നല്ലോ. അവളുടെ മൂളിൽ നിന്ന് തന്നെ അവന് കാര്യം മനസ്സിലായി. അതിനും ഒരു മൂളലായിരുന്നു മറുപടി. പിന്നീടുള്ള അവന്റെ സംസാരത്തിന് മൂളി മൂളി അവൾ നല്ലൊരു ഉറക്കത്തിലേക്ക് വീഴും വരെ മറുതലയ്ക്കൽ അവളുടെ ആലസ് നിറഞ്ഞ മൂളൽ ആസ്വദിച്ച് അവനും കണ്ണുകൾ അടച്ചു. കൈവിരലുകൾ എണ്ണും പോലെ ദിവസങ്ങൾ നീങ്ങി. കുഞ്ഞിക്കാൽ കൊണ്ട് 2 തട്ട് കിട്ടിയപ്പോൾ നില കണ്ണു തുറന്നു. എണീറ്റു അമ്മയമ്മയുടെ പൊന്നൻ. ഇന്ന് കുഞ്ഞിന്റെ പേര് വിളിയാണ്. നീലിമ കുളിക്കാൻ പോകുന്ന നേരം കുഞ്ഞിന്റെ അടുത്ത് നിലയെ വിളിച്ച് കിടത്തിയിട്ട് പോയതാണ്. വെറുതെ കിടന്ന കിടപ്പിൽ അവളൊന്ന് മയങ്ങി പോവുകയും ചെയ്തു. ചേച്ചി, ഇവൻ എണീറ്റൂട്ടോ. എണീറ്റ വഴി വയറു നിറഞ്ഞില്ലെങ്കിൽ കാറിപ്പൊളിച്ച് ബഹളം വെക്കുന്ന ശീലമാണ് ചെക്കന്. അതുകൊണ്ട് നീലിമയോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നില കുഞ്ഞിനെ എടുത്തത്. ആള് ചുണുങ്ങിക്കാരൻ തുടങ്ങിയപ്പോഴേക്കും നീലിമ കുളിച്ചിറങ്ങി. ഇനി നീ വേഗം റെഡിയായി വായോ, എന്നിട്ട് നീ ഇവനെ പിടിച്ചിട്ട് വേണം എനിക്ക് ഒരുങ്ങാൻ. നില തലയാട്ടി വേഗം പുറത്തേക്ക് ഇറങ്ങും മുന്നേ നീലിമ വീണ്ടും വിളിച്ചു. നിലയെ, ഞാൻ തന്ന സാരി എടുക്കണേ പ്ലീസ് മോളെ. വിഷയുടെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരുന്നതല്ലേ, സാരി ഉടുക്കണം. ആ ശരി, സാരിയെങ്കിൽ സാരി. ചേച്ചി കൊച്ചിനെ കരയിക്കല്ലേ. നില പുറത്തേക്ക് കടന്നതും നീലിമ ഡോറ് ചാരി കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാനിരുന്നു. ഇന്ന് പേര് വിളിക്ക് വിശ്വത്തിന്റെ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം ബന്ധുക്കളെയും കൂടിയും. ബന്ധുക്കൾക്കൊക്കെ പെണ്ണിനെ കാണാനൊരു വരവ്. അത് ഈ ചടങ്ങിനൊപ്പം തന്നെയാക്കി. ഇത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ഇവിടുന്ന് ചെക്കന്റെ വീട് കാണാൻ ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് കൃത്യം 8 ദിവസം കഴിഞ്ഞാൽ വിശ്വത്തിന്റെയും നിലയുടെയും വിവാഹ നിശ്ചയമാണ്.
തുടരും സ്നേഹത്തോടെ അഭിനവി.